മൂലേർ പാപ്പ പള്ളി നിർമ്മിച്ച് എല്ലാം ജനങ്ങളൊക്കെ ഒരു ഐക്യത്തിലാക്കി ഒരു ജുമാഅയാക്കി എല്ലാം കഴിഞ്ഞപ്പോ ഒരു സന്തോഷമായി. ഇനി പട്ടണമൊക്കെ തീർന്ന് മൂലേർ പാപ്പ ജനങ്ങളോടൊരു യാത്ര പറയാൻ വേണ്ടി എഴുന്നേറ്റ്. മൂലേർ പാപ്പ പറഞ്ഞു, ഞാൻ ഇനി ഈ നാട് വിടുകയാണ്, പുത്തമ്പള്ളിയിൽ നിന്ന് പോവുക. അല്ലോ, എന്തിനാണ് നിങ്ങളിപ്പം പോകുന്നത്? എനിക്ക് കുറച്ചും കൂടെ കിതാബ് ഓതണം. മുതഅല്ലിമീങ്ങളെ ഇൽമ് എന്ന് പറയുന്നത് പ്രായമില്ലാതെ മൂലേർ പാപ്പ ദർസ് നടത്തിയൊക്കെ ശേഷമാണ് ഈ പറയുന്നത്, ഞാൻ കിതാബ് ഓതാൻ പോവുകയാണ്. അതില് നാട്ടുകാർ സമ്മതിച്ചില്ല എന്ന്, കിതാബ് ഓതാൻ ഇവിടുന്ന് പോകാൻ പറ്റൂല. പിന്നെ ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾക്ക് കിതാബ് ഓതാൻ പറ്റിയ ഉസ്താദുമാരെ നിങ്ങൾ ഇവിടെ പള്ളി കൊടുന്നോളി, നമ്മൾ നോക്കും, എന്നിട്ട് അവരെയൊക്കെ ഒന്ന് ഓതിക്കോളി. ഈ നാടൊന്നും പോകാൻ പറ്റൂല. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരുടെ ആദ്യ ശിഷ്യനായിരുന്ന വലിയ പണ്ഡിതന്മാരെയും ബാലശ്ശേരിയുടെയും അതുപോലെ വലിയ വലിയ ആലിമികളൊക്കെ ശിഷ്യനായ ബഹുമാനപ്പെട്ട സയ്യിദാലി മുസ്ലിയാർ നന്നമ്പ്ര മഹാനവറുകളെ നമ്മുടെ താഴെ പള്ളിയിലെ മുദരിസായി കൊണ്ടുവരുന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് മൂലേർ പാപ്പ ഓതുകയാണ്. മരിക്കോൾ ഓതി തന്നെ പറയാം മൂലേർ പാപ്പാനെ പറ്റി.